തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 1 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. റോമർ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 14 വരെയും വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധേറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. മംഗളവാർത്ത കാലത്തിലൂടെ നാം കടന്നു പോകുന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഭവമായി മാറിയിട്ടുണ്ട്, ക്രിസ്തുവിന് എത്രത്തോളം നമ്മുടെ ജീവിതം വഴി പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്ന നാളുകളാണ് മംഗളവാർത്താക്കാലത്തിൻ്റേത്. ക്രിസ്തു ജനനത്തിൻ്റെ ഒരു കേവലമായ അനുസ്മരണമോ ഓർമ്മയാചരണമോ ആയി ഈ ദിനങ്ങളെ നാം തരം താഴ്ത്തരുത്. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രായോഗികമായി ഈ ലോകത്തിന് അനുഭവപ്പെടുത്താനും നമ്മുടെ ജീവിത വഴിയിൽ ക്രിസ്തു അനുഭവത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ജീവിക്കാനും നമുക്കാകുമ്പോൾ മാത്രമാണ് മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നാം നിറയുക. ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യത്വത്തെ ദൈവത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. മാനുഷികമായ പരിമിതികളും ബലഹീനതകളുമായി നാം പറയുന്ന, മാനുഷികമായ കുറവുകളും പോരായ്മകളുമായി നാം പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിത യാഥാർത്ഥ്യങ്ങളെ ദൈവിക സത്ത കൊണ്ട് നിറയ്ക്കാൻ, ദൈവഭാവത്തിലേക്ക് ഉയർത്താൻ ഈ നാളുകളിൽ എത്രത്തോളം നമുക്കായിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായൊരു പരിശോധനയ്ക്ക് വേദിയാവുകയാണ് ഈ ആരാധനക്രമകാലം. ശിലാറ്റം പ്രിയപ്പെട്ടവരെ, വിശ്വാസമാണ് ഇതിനടിസ്ഥാനമായി വർത്തിക്കേണ്ടത്. എത്രത്തോളം ആഴത്തിൽ നമുക്ക് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം ബോധ്യത്തോടെ യേശു രഹസ്യങ്ങളിൽ നമുക്ക് സ്വയം ജീവിതം അർപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സുവിശേഷത്തിൽ സക്കറിയ ദൂതനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാനിതെങ്ങനെ അറിയും? നീ ഒരു കുഞ്ഞിൻ്റെ പിതാവാകാൻ പോകുന്നു എന്ന് സക്കറിയായോട് പറയുമ്പോൾ സക്കറിയ ദൂതനോട് തിരികെ ചോദിക്കുന്നത് ഇതെങ്ങനെ ഞാൻ അറിയുമെന്നാണ്. എങ്ങനെയാണ് സക്കറിയയ്ക്ക് ഇത് അറിയാൻ കഴിയുക? സക്കറിയ ദൂതൻ പറഞ്ഞല്ല ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കേണ്ടത്. സക്കറിയ മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിൽ നിന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി തവണ അടയാളങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമായി വൃദ്ധരായവർക്ക് കുഞ്ഞുണ്ടാകുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നിറവേറുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അറിയാത്തവനായി പോകുന്നു സക്കറിയ. ഒന്ന്, വാർദ്ധക്യം ദൈവത്തിനൊരു പ്രശ്നമല്ല, വന്ധ്യത ദൈവത്തിനൊരു പ്രശ്നമല്ല. ദൈവത്തിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനായി ദൈവിക പ്രവൃത്തി മതി, മാനുഷികമായ ബലം വേണ്ട എന്ന കാര്യം സക്കറിയ മറന്നു പോകുന്നു. അബ്രഹാമിൻ്റെയും അന്നായുടെയും ഒക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ മാനുഷികമായ യാതൊരു സാധ്യതയുമില്ലാതിരുന്നപ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഇപ്രകാരം പ്രായമോ ശേഷിയോ ഒന്നും കുഞ്ഞ് ജനിക്കാൻ ആവശ്യമില്ല എന്നും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും ഓർക്കാനായിട്ട് സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സുറയ്ക്കാഞ്ഞതുകൊണ്ടാണ്. രണ്ടാമത്തേത്, ദൂതൻ പറഞ്ഞ വാക്കുകൾക്കകത്തുള്ള ദൈവികമായ രഹസ്യം മനസ്സിലായില്ല. ദൂതൻ പറഞ്ഞ വാക്കുകൾക്കകത്ത് എന്താണുള്ളത്? മിക്കാപ്രവചനമാണ് ദൂതൻ പറഞ്ഞത്. മിക്കാപ്രവചനം 4-ാം അധ്യായം 4-5 തിരുവചനങ്ങളിലൂടെ ആണ് പറഞ്ഞത്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ പുത്രന്മാരിലേക്കും പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരിലേക്കും തിരിക്കാൻ അവൻ ഏലിയായുടെ ശക്തിയോടുകൂടി വരും. ഈ വചനം ഈ മിക്കാപ്രവചനത്തിലുള്ളതാണ്. ആ പ്രവചന ഭാഗം പറഞ്ഞിട്ടും സക്കറിയയ്ക്ക് മനസ്സിലായില്ല. സക്കറിയ ചോദിക്കുകയാണ്, ഇതെങ്ങനെ ഞാൻ അറിയും? അറിയേണ്ട വഴി വിശുദ്ധ ഗ്രന്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ അറിവാകേണ്ടത് ദൈവവചനമാണ്. ദൈവവചനമാണ് ഓരോ കാര്യങ്ങളെയും തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുപാകുന്നില്ലെങ്കിൽ ഈ ലോകത്തെ നമുക്ക് വ്യവച്ഛേദിച്ച് പഠിക്കാൻ സാധ്യമല്ല, വിശകലനം ചെയ്ത് പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ അറിവ് നമ്മെ കെട്ടിക്കളയും എന്നാണ് വചനം പറയുക. സക്കറിയ മാനുഷിക ബോധ്യങ്ങൾക്കകത്ത് നിന്നതുകൊണ്ടാണ് സക്കറിയയ്ക്ക് ദൈവിക ബോധ്യങ്ങളിലേക്ക് ഉയരാൻ കഴിയാതെ പോയത്. യഥാകാലം പൂർത്തിയാകേണ്ടതിൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരുമെന്നാണ് സക്കറിയായോട് ദൂതൻ പറയുക. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു രഹസ്യങ്ങളുടെ സമ്പൂർണ്ണത സ്നേഹമെന്ന പരമയാഥാർത്ഥ്യവുമായി ചേർത്ത് വെച്ചാണ് നാം ജീവിതത്തിൽ അനുഭവപ്പെടുത്തേണ്ടത്. പരസ്പരം സ്നേഹിക്കുന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുതെന്ന് വചനം പറയും. സ്നേഹമെന്നത് ഒരു മാനുഷിക വ്യവഹാരമല്ലാതായി തീരണമെന്നാണ് അതിനർത്ഥം. കൊടുക്കവാങ്ങൽ പ്രക്രിയയ്ക്കകത്തുള്ള ഒരു പാരസ്പര്യത്തിൽ നിന്ന് ഉയരേണ്ടതല്ലത്. അത് ക്രിസ്തുവിനെ പ്രതി അവരന് കൊടുക്കുന്ന ജീവാർപ്പണമാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കും. ക്രിസ്തുവിനെ പ്രതിയാണ്. അവരെന്നെ സ്നേഹിക്കുമ്പോഴല്ല, അവരെന്നെ ദ്രോഹിക്കുമ്പോഴും എനിക്കെതിരായി തീരുമ്പോഴും എനിക്കെതിരെ അപമാനം ഉയർത്തുമ്പോഴും എല്ലാം അവരെന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്
ക്രിസ്തുവിലാണ്. അതുകൊണ്ട് പരസ്പരം കടപ്പാടുണ്ടാകരുത്. നിയമം പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് വേണം? അത് സ്നേഹം കൊണ്ട് മാത്രം മതി. അതുകൊണ്ട് വ്യഭിചരിക്കുക, കള്ളസാക്ഷ്യം പറയുക, മോഷ്ടിക്കുക എന്നിങ്ങനെ നിരവധിയായ തിന്മകൾ പറയുമ്പോൾ ആ തിന്മകൾക്കൊക്കെ പകരമായിട്ടുള്ളത് സ്നേഹമാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിയും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹം അയൽക്കാരനൊരു ദ്രോഹവും ചെയ്യുന്നില്ല. സ്നേഹമാണ് നമ്മുടെ ജീവിതം എങ്കിൽ നാം മറ്റുള്ളവർക്ക് ദ്രോഹകരമായി മാറില്ല, അവരിന് ഉതപ്പായിട്ട് മാറില്ല, അവരുടെ ജീവിതത്തിന് തടസ്സമായിട്ട് മാറില്ല. അപ്രകാരം അവരനെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വരുന്നുകൊണ്ട് ക്രിസ്തു രഹസ്യങ്ങളുടെ ഭാഗമായി ലോകത്ത് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെന്നാണ് വചനമെന്ന് ഓർമ്മിപ്പിക്കുക. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ എന്താണ്? സുഖലോലുപതയിലും മദ്യാസക്തിയിലും മദ്യലഹരിയിലും അമിതവേഴ്ചയിലും വിഷയാസക്തിയിലും കലഹങ്ങളിലും അസൂയയിലും വ്യാപരിക്കാതെ കർത്താവായ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ദുർമോഹങ്ങളിലേക്ക് നയിക്കപ്പെടാത്ത വിധം ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നിദ്ര വിട്ടുണരാം, സ്നേഹത്തിലടിയുറയ്ക്കാം. രാത്രി കഴിയാറായി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പുകാലം വരുന്നു, ഒരു തിരുനാൾ വരുന്നു, ക്രിസ്തുജന്മം നാം ആഘോഷിക്കാൻ പോകുന്നു. ആഘോഷവേളകൾ കേവലമായ ഭൗതിക തലത്തിൽ മാത്രമായി തീരാതെ ഹൃദയം കൊണ്ടുള്ളൊരു അർപ്പണമായി തീരാൻ കഴിയുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറുക. അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഈ മംഗളവാർത്ത കാലത്ത് നമ്മുടെ ജീവിതം മംഗളകരമായ ഒരു സുവിശേഷ അനുഭവമായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്താൻ ഞങ്ങളെ ഹൃദയപരമായി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.